ഇന്നത്തെ നമ്മുടെ വിഭവം ചുണ്ടയ്ക്ക ഉപ്പേരിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ ഒരു ചുണ്ടയ്ക്ക. അതിൻ്റെ ഈ ഒരു കായ ഒരുപാട് അസുഖങ്ങൾക്ക്, പ്രധാനമായിട്ടും ഈ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, അതുപോലെ ഈ ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഭക്ഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുണ്ടയ്ക്ക നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ഈ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുണ്ടയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് മുന്നേ നന്നായിട്ട് ഇതിന് ഈ ഒരു പൊളിച്ചെടുക്കണം ഇതേപോലെ. ഇനി ഇത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന് കൂടെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം അത് അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഒന്ന് ഇടിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അരി പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഉപ്പേരി എനിക്ക് കിട്ടിയ റെസിപ്പി അനുസരിച്ച് ഇതേ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുണ്ടയ്ക്ക ഉപ്പേരി നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും അരി നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ചതച്ച ചുണ്ടയ്ക്കയെ നന്നായിട്ട് കഴുകണം. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്ത് മാറ്റി വെക്കണം. ഇനി കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയും എരിവുള്ള ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, സവാള കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത് വേണം. ഈ ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ ആ ഒരു വെളുത്തുള്ളിയും ഒന്ന് ഇടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ചുണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഒന്ന് പൊരിഞ്ഞ് വരണം. ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി എടുത്തു വെച്ചിട്ടുള്ള ചുണ്ടയ്ക്ക നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഇതിലേക്ക് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ കഴുകി വെച്ചതിനെ കൊണ്ട് അതിൽ ഉള്ളിലേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരിക്കും. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുത്താൽ മതി. ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചതച്ച് വെക്കുക. മിക്സി ജാറിലിട്ടിട്ട് തന്നെ പൊടിച്ച് അങ്ങനെ എടുക്കണ്ട കേട്ടോ. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി കൈ കൊണ്ട് ഞെരടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ ഒരു സവാള കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള ഒരുപാട് കൂടി പോകണ്ട, കുറച്ച് മതി. ചുണ്ടയ്ക്ക് എത്ര എടുക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് അതിന് കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റും ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കഴിക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കൊടുക്കുക. സിമ്മിലിട്ട് വെക്കണേ, കരിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഉപ്പേരി നട്ടാൽ പറയാം, ചുണ്ടയ്ക്ക ഉപ്പേരി. ഇതിലൊരുപാട് വെള്ളം അംശം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് ഡ്രൈ ആയ ഒരു പാകത്തിനാണ് ടേസ്റ്റ് കഴിക്കാൻ. ഒട്ടും കയ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. അത് തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മറക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുകയാണെങ്കിൽ, ഈ ഒരു ചുണ്ടയ്ക്ക കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറി വയ്ക്കാനും പറ്റും, അതുപോലെ ഉണക്കി ഉപയോഗിക്കാനും പറ്റുന്നതാണ് ഈ ഒരു ചുണ്ടയ്ക്ക. പക്ഷേ ഈ ഒരു ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആരും ഇതേ രീതിയിലൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.